I can't feel no better. What's this knob do? What's this knob do? അയ്യോ എന്റെതൊക്കെ മത്തങ്ങ പോയേ അതാരെടുത്തോണ്ട് പോയി ചങ്കെ ഞാനെടുത്ത് തിന്നു എന്റെ വയറ്റിനുണ്ട്. എടാ അതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരുന്നടാ. എന്നെ കൂടാതെ പാരീസ് ഇപ്പൊ ആ ഐഡിയ ആണ്, സമ്മതിക്കൂലടാ. ഓടാ അപ്പച്ചാ, നിങ്ങളുടെ മകനെ ഇതാ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതെന്താണ്, വല്ല താലം കൈമറലാണോ ഏൽപ്പിക്കാനായിട്ട്? അതല്ല അപ്പച്ചാ, നിങ്ങളുടെ മകൻ വളരെ വലിയൊരു നഗ്ന സത്യം അറിഞ്ഞു വരുന്ന വഴിയാ. സോ കത്തി, കമ്പ്, കൊമ്പ്, കയർ, എലിവിഷം, പപ്പടം കുത്തി തുടങ്ങിയ ഐറ്റംസ് എത്രയും പെട്ടെന്ന് എഴുന്ന് മാറ്റുന്നത് നന്നായിരിക്കും. എന്റെ ഈശോയെ, ചാവാൻ വേണ്ടി എന്റെ മോന് എന്ത് പറ്റിയോ? അതിനു വേണ്ടി എന്ത് നഗ്നമാണ് ഇവനറിഞ്ഞേ? അതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഓ എന്നറിയണ്ട. എന്റെ മോനെ, നീ എന്തേലും കഴിച്ചിട്ട് കിടക്കടാ. ഓ എനിക്ക് പച്ച വെള്ളം ഇറങ്ങൂല അമ്മച്ചി. നല്ല കോഴിക്കറി ഉരുളക്കിഴങ്ങിട്ട് വെച്ചതും വെള്ളപ്പോണ്ടടാ. എന്നാ ഒരു പ്ലേറ്റ് എടുത്തു. അല്ലേലും ഹൃദയത്തിനല്ലേ വേദന, അതിന് വയറെന്ത് കഴിച്ചു? എന്നാ ഞാനും കൂടാ നിനക്ക് ഒരു കമ്പനിക്ക്. കഴിച്ചോണ്ടിരിക്കുമ്പോ ഇടക്ക് നിന്റെ ഹൃദയം തടയും തരാം. ഓ വേണ്ട, ബുദ്ധിമുട്ടണ്ട. സി പണിഷ്മെന്റ് ഒന്നും തരാതെ തന്നെ വെറുതെ വിടുന്നത് എന്റെ പ്രിൻസ് ബേബി പറഞ്ഞത് കൊണ്ട് മാത്രമാ. പിന്നെ തന്റെ സിറ്റുവേഷനും. ബട്ട് ഇനി ഇങ്ങനെ ഒന്നും ആവർത്തിക്കരുത്, കേട്ടല്ലോ? ഓക്കെ സാർ. ഗോ ആൻഡ് ഡു യുവർ വർക്ക്. ഓക്കെ സാർ. ബേബി പ്ലീസ് സ്റ്റേ. ആലമാടൻ. ബേബി ഇവിടെ വരെ വന്നതല്ലേ, നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു തന്നു. അതിന് എനിക്കെന്ത് റിപ്പോർട്ടാണ് തരുന്നേ? സാറിന് ഞാൻ വേണം. ഒരു വെപ്പുവല്ല സെറ്റ് മേടിച്ച് തരട്ടെ കളവാ. എനിക്കൊരു ഉമ്മ. ഓ ഈ ഉളക്കിളവനെ കൊണ്ട് തോറ്റല്ലോ. കിസ് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, തിങ്കളാഴ്ച ആവട്ടെ. ക്രിസ്റ്റി, ഇവനിതെന്നാ പറ്റിയേ? എന്താണ് മോന്റെ ഭാവി പ്ലാൻ? അല്ല ഹാരിയുടെ കാര്യത്തിലേ. ഏടാ അവൾ അവനായെങ്കിൽ എന്താ കുഴപ്പം? ടൂൾസ് സെയിം ആണെന്ന് മാത്രല്ലേ ഉള്ളൂ. അയ്യേ എനിക്ക് പോടാന്നറി, ഞാൻ അച്ചടക്കാരനല്ല. എന്നാ പിന്നെ നീ അതങ്ങ് മറന്നുകളാ. അതാളിയാ പ്രശ്നം, മറക്കാൻ പറ്റണില്ല. കുഴപ്പമായ എന്നാ തോന്നുന്നേ. എന്നാ പിന്നെ നീ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യടാ. പണ്ടാറ് ചെക്കന വിട്ട് കളയല്ലേ ടെസ്റ്റ്. മുടി കുറഞ്ഞു, എക്സ്ട്രാ ഫിറ്റിങ്സ് വന്നു, അതല്ലാതെ അവന് വേറെ ഡിഫറൻസ് ഒന്നും കാണാനില്ല. എടാ ഞാൻ എന്തോ ചെയ്യും? എടാ ഞാൻ അവനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെണ്ണാക്കും. നിനക്ക് പ്രാന്താണ്. എന്നാ പിന്നെ നിനക്കൊരു പെണ്ണിനെ കിട്ടിയാ പോരെ? അവരൊന്നും ഇവനാകൂലല്ലോ. എന്താണ് വെച്ചു ചങ്കി കേറിയിടാ. മിക്കവാറും അടുത്ത് തന്നെ എന്റെ സമാധി കാണാം. എടാ ഒരു ചെറുക്കനെയും കെട്ടി വീട്ടിലോട്ട് ചെന്ന അപ്പനും അമ്മയും എന്നെ ഓലൊക്കെ കടിക്കും. എടാ അതൊക്കെ അന്തക്കാലത്ത്. അപ്ഡേറ്റഡ് ആകാത്ത തന്തമാരുണ്ട് ഇന്നത്തെ കാലത്ത്. എടാ അതൊക്കെ ഓക്കെ, ബട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോ നീ ഉദ്ദേശിക്കുന്ന പ്രാക്ടിക്കൽ മറ്റേതാണ് അളിയ. അതല്ലാതെ പിന്നെ വേറെന്താ? ഇത്രയും കൺഫ്യൂഷൻ വെച്ചോണ്ട് നീ അവന്റെ പുറകെ പോണോ? നിന്റെ ഫീലിങ്സ് നീ ആദ്യം കൺഫേം ചെയ്യും. എനിക്ക് വേണോടാ അവനെ എന്റെ ചെക്കനായിട്ട്. പ്രിൻസേ, നീയാണ് എന്റെ രക്ഷകൻ. ഞാൻ എന്നെ മൊത്തമായി നിനക്ക് തരുക. എന്തേലും ഒന്ന് ചെയ്യടാ, എനിക്ക് അവനില്ലാതെ പറ്റില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? അവനെ വളക്കണം. ഈ പ്രിൻസിന്റെ ഒബ്ലാങ്കൂട്ടിലെ എല്ലാ ഐഡിയയും നിനക്ക് വേണ്ടി ഞാൻ ഇറക്കിയിരിക്കും. ആദ്യം നിനക്ക് അവനോട് ഫീലിങ്സ് ഉണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തും. അവൻ റിലാക്സ്ഡ് ആയിരിക്കുമായിരിക്കും. കാരണം അവന്റെ ഗേളാണെന്ന് വിചാരിച്ചല്ലേ നീ ഇഷ്ടപ്പെട്ടതെന്ന് ഓർത്തു. ആക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്, ബട്ട് എന്റെ ഹൃദയം അതിന് സമ്മതിക്കണില്ല. ഇത് തന്നെ വേണമെന്ന് വാശി പിടിക്കുക. ഞാൻ ഇറങ്ങി കളിക്കുക.
ഐ വാണ്ട് ടു കോട്ട് ഹിം, ഐ വാണ്ട് ടു മേറ്റ് ഹിം. നീ എന്താണ് കുറുക്കന മെയ്റ്റ് ചെയ്യാൻ? പറയടാ, നിനക്ക് വേണ്ടാത്ത വായനൊക്കെ ഉണ്ടല്ലേ? അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഒന്ന് പോടാ, നിനക്കെന്നെ വിശ്വാസം ഇല്ലല്ലേ? ആ ഇല്ല. ഓ, എന്നാലും വീട്ടിൽ ആരുമില്ലാത്തപ്പോ തുണിയോടൊന്നും ഞാൻ തീർത്തിട്ടില്ല നിന്നെ പോലെ. ഞാനെന്നെ കണ്ടതല്ലേ? എടാ, ഒരു തുണിയെ പോലും വെറുതെ വിടാതെ പെണ്ണാണെന്ന് സങ്കല്പിച്ച് നീയേ ഒറ്റക്ക് പോയി കോർത്തിച്ചാ മതി നിന്റെ സിൻഡ്രോനെ. എന്നെ വിട്ടേക്ക് പ്രിൻസേ, ഡോണ്ടു. എടാ, നിന്നെ ഇങ്ങനെ ഇടയ്ക്ക് എടുത്തിട്ട് അടിച്ച് ശീലമായി പോയി, സോറി. അപ്പോ മോൻ ചെല്ല്, ആദ്യം അവനെന്റെ ഫീലിങ്സ് അറിയിക്കേ. എടോ, ആ ക്രിസ്റ്റി ഇപ്പൊ ഓക്കെ ആയോ? എടോ, ഞാൻ എന്താ വിളിക്കണ്ടേ? ഹാരിന്നൊന്നും എനിക്ക് വഴങ്ങുന്നില്ല. ഞാൻ സിൻഡ്രോന്ന് എന്നെ വിളിക്കാൻ പോവാ. അതൊക്കെ ക്രിസ്റ്റിയുടെ ഇഷ്ടം, നോ പ്രോബ്ലം. അപ്പോ നമ്മൾ തമ്മിലുള്ള എല്ലാം സോൾവ് ആയല്ലോ. ആ, അത് പറയാനാ ഞാനിപ്പോ വന്നേ. ആദ്യം താൻ ഒരു ഗേളല്ല ബോയ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ദേഷ്യായിരുന്നു. എന്റെ ഫീലിങ്സ് വെച്ച് താൻ കളിച്ചു നോത്തു. ബട്ട് ഇപ്പോ ആ ഫീലിങ്സ് തന്നെ എനിക്ക് പണിയാക്കി തന്നിരിക്കുക. സിന്ധു, ഐ തിങ്ക് ഐ ആം ഇൻ ലവ് വിത്ത് യു. ഇപ്പോഴും. താനെന്താ പറയുന്നേ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എടോ, തനിക്ക് കണ്ടോളൂ, ഞാനൊരു ആണാണ്. സോ എന്താ, രണ്ട് ബോയ്സ് തമ്മിൽ പ്രേമിച്ചൂടാന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പ്രാക്ടിക്കൽ സിന്ധു, നമുക്ക് പ്രേമിക്കാം. സിന്ധുന്റെ മടിയിൽ കിടന്ന് എനിക്ക് ആ സ്നേഹം മുഴുവൻ അനുഭവിക്കാം. പറ സിന്ധു, എന്നെ ഇഷ്ടമാണെന്ന് പറ. ഷോ, ഇത് വലിയ തൊല്ലായല്ലോ. താനൊന്ന് പോയേ സിന്ധു, എന്നെ വിട്ട് പോവല്ലേ. എടാ, അവൻ നീ വിചാരിക്കുന്ന പോലെ അല്ല. അവന് ഈ ബോയ്സ് ലവിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലടാ. ഷേടാ, ഇവനെ ഇങ്ങനെ ഒന്ന് വളക്കുന്നേ. പെൺപിള്ളേരെ വളർത്താൻ ഈ ക്രിസ്റ്റി പഠിച്ചു, ബട്ട് ഒരു ബോയിയെ വളർത്താൻ ഈ ക്രിസ്റ്റി പഠിച്ചില്ല. പ്രിൻസേ, പഠിച്ചില്ല. നീ നാടകങ്ങളിൽ നിർത്തി കാര്യത്തിലേക്ക് വാ. ആ വന്നു. എടാ, നീ ഒരു കാര്യം ചെയ്. നമ്മുടെ ഇൻഹരിഹത് നഗറിൽ ജഗദീഷ് ആ കിളവനെ കയറി മുട്ടുന്ന പോലെ നടന്നു വരുമ്പോ അറിയാതെ അവനെ കയറി മുട്ടു. എന്നിട്ട് അവന്റെ മേലേക്ക് വീഴും. എടാ, വീണാലും ഞാൻ അവന്റെ മേലെ വീണില്ലെങ്കിലോ? വീണില്ലെങ്കിൽ ചാടിക്കയറി മേലെ ഇരിക്കണം. അപ്പോഴാണ് ഈ പ്രിൻസിന്റെ വരവ്. എന്റെ കളികൾ നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അവൻ താഴെയും നീ ഓൾറെഡി അവന്റെ മേലെയുമാണല്ലോ. ഊളെ, സ്വപ്നമൊക്കെ പിന്നെ കാണാം. ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ചിന്തിച്ചു പോയി. തിരിച്ച് റൂട്ടിലേക്ക് വാ. അപ്പോ നിങ്ങൾ അങ്ങനെ കിടക്കുമ്പോ ഞാൻ അറിയാതെ പിറകിലൂടെ വന്ന് നിന്റെ മുതുകിൽ അറിയാത്ത രീതിയിൽ മുട്ടി പ്രഷർ ചെയ്യും. ഞങ്ങൾ രണ്ടും കിടക്കുമ്പോ പോലീസിനെന്താ ഈ വീട്ടിൽ കാര്യം? എല്ലാ അരിമണിയും പെറുക്കി ഇനി ഇവിടുത്തെ അരിമണി കൂടി പെറുക്കാനുള്ളൂ. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മൾ വിഷയത്തിൽ തെന്നി മാറുന്നു. അപ്പോ ഞാൻ പ്രഷർ ചെയ്യുമ്പോ നീ കയറി കിസ് അടിച്ചോളണം. നാട്ടു റോട്ടില അല്ല പെരപ്പുറത്ത്. നിനക്ക് വളക്കണം. വേണം. എന്നാ ഈ പ്ലാൻ ഇതുപോലെ നടത്തണം. ദേ വരുന്നുണ്ട്, നടന്നോ. അയ്യോ അമ്മേ, അയ്യേ, ദേ നോക്കിയേ, ഇതെന്താ? ഇപ്പോ ഓരോന്നിനും ഒന്നൊന്നും പോരാ, മിനിമം രണ്ടെങ്കിലും വേണം. നാട്ടുറോട്ടിലാണോ നിന്റെയൊക്കെ വേഷം കിട്ടും? വല്ല റൂം എടുക്കടാ, എനിക്ക് പോടാ. ചായ് അങ്കിൾ, ഇത് അങ്ങനെയൊന്നും അല്ല. തനിക്ക് എന്താണോ കണ്ണില്ലേ എന്റെ മേലേക്ക് വന്ന് വീഴാൻ? ഞാൻ മാത്രമല്ല, ഇവനുണ്ട് ആ ലവലാതി. അങ്ങനെ അതും മൂഞ്ചി. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ വളഞ്ഞ വഴിയൊക്കെ നോക്കുന്നതിൽ നല്ലത് നീ ഒന്നുകൂടി നേരിട്ട് ചെന്ന് പറയുന്നതല്ലേ. എടാ, ഞാനൊരു വട്ടം പറഞ്ഞതല്ലേ,
എടാ ക്രിസ്റ്റി, നീ കുറച്ച് ഡീപ്പായിട്ട് നിന്റെ ഇഷ്ടം വെറും അട്രാക്ഷൻ അല്ലെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിലും ഡീപ്പ് കോൺവെർസേഷൻ ഒക്കെ ഡീൽ ചെയ്യാൻ എന്നെ കഴിഞ്ഞിട്ട് ഈ ഓഫീസിൽ ആരുമുള്ളൂ. അപ്പോ ബൈ. I can't feel no better. What's this knob do? ഹേ സെൻട്രോ. ക്രിസ്റ്റി, ഞാൻ പറഞ്ഞതല്ലേ ഒരു വട്ടം. എടോ ഞാനൊന്ന് പറയട്ടെ, എനിക്ക് തന്നെ വലിയ ഇഷ്ടാടോ. എനിക്ക് താനില്ലാതെ പറ്റില്ല. എന്റെ പൊന്നെ ക്രിസ്റ്റി, ഇനി ഞാനെന്ന് പറയട്ടെ. എടോ ഞാൻ സ്ട്രെയിറ്റ് ആണ്. എനിക്ക് ബോയ്സിനോടല്ല ഗേൾസിനോട് മാത്രമാണ് അട്രാക്ഷൻ. സെൻട്രോനെ കാണുന്നത് വരെ ഞാനും സ്ട്രെയിറ്റ് ആയിരുന്നു. നിന്നെ കണ്ടതിന് ശേഷമാണ് ഞാൻ വളഞ്ഞു പോയത്. ക്രിസ്റ്റി, ഞാൻ ഇനി ഉള്ള കാര്യം പറയാം. എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. സോ ഗേൾ ഫ്രണ്ടോ? എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? പറഞ്ഞാൽ താൻ എന്റെ പുറകെന്ന് പോവായിരുന്നു. നെവർ. അപ്പൊ പിന്നെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളേ? എന്തായാലും എന്റെ പുറകെ നടക്കരുത്. അത് എന്റെ ഗേൾ ഫ്രണ്ടിനെ ഇഷ്ടപ്പെടില്ല. പ്രിൻസേ, എടാ എല്ലാം പോയടാ, എല്ലാം പോയി. എന്തു പോയെന്ന്? എടാ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ഈ ഫാനി കെട്ടിത്തൂങ്ങി ചാവാൻ പോവാ. വെറുതെ കൊതിപ്പിക്കാതെ പോടാ തെണ്ടി. എടാ എന്നെ കൈവിടല്ലേ പ്രിൻസേ. അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്കിപ്പോ എന്താ വേണ്ടേ? അവനെയും അവന്റെ ഗേൾ ഫ്രണ്ടിനെയും തമ്മിൽ തെറ്റിക്കണം. ഇവൻ തല്ല് മേടിക്കും. ഞാൻ പോയി പറയും അവളോട് എന്റെ കൊച്ച് അവന്റെ വയറ്റിലുണ്ടെന്ന്. എടപ്രാന്ത, അതിന് അവൻ ആണാണ് പെണ്ണല്ല കൊച്ചിനെ വയറ്റിലിട്ടോണ്ട് നടക്കാൻ. അതൊന്നും എനിക്കറിയണ്ട. കൊച്ച്. സമാധി. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യാൻ പോവാ. പോയി എന്ത് കുന്തോങ്കിലും ചെയ്. അങ്ങനെ പറഞ്ഞാ പറ്റൂല, നീ വരണം. എന്തിന് തല്ല് മേടിക്കാനോ? ഐഡിയ. എടാ ഞാൻ മറ്റേ പാവക്ക കോപ്പളക്ക എല്ലാം കൂടി ജ്യൂസിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ കൊടുക്കും. അപ്പോ അവൻ ഛർദിക്കും. അത് നല്ല ഐഡിയ. അതിനു മുന്നേ ഞാൻ ഈ ഗേൾ ഫ്രണ്ട് ആരാന്ന് ഒന്ന് തപ്പട്ടെ. എടാ അവന്റെ റൂമിന്റെ തൊട്ടടുത്ത ഷോപ്പിലെ പെണ്ണ ഈ പറഞ്ഞ ഗേൾ ഫ്രണ്ട്. എനിക്കറിയാമവളെ. നിനക്ക് പിന്നെ അറിയാത്ത പെൺപിള്ളേരുണ്ടോ ഈ നാട്ടില്? എടാ അതല്ല, അവള് പണ്ട് ഞാൻ പുറകെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നേരാ. എന്നിട്ട് ആ പരട്ട എന്നെ പോലെ സൽഗുണ സമ്പന്നനായ ചെക്കനെ കളഞ്ഞിട്ട് കുപ്പിയും പട്ടക്കെടുക്കാൻ വരുന്ന മുനിയണ്ണിയുടെ മകൻ സുപ്രന്റെ ഒപ്പം ഒളിച്ചോടിയതാ. കുറച്ചു നാള് കഴിഞ്ഞപ്പോ ഒന്നും സംഭവിക്കാത്ത പോലെ തിരിച്ചു വന്ന് ഇപ്പൊ പേരൊക്കെ മാറ്റി. തോപ്രാങ്കുടി സരസ് എന്ന പേരില്ല ഇപ്പൊ ഷൈൻ ചെയ്യുന്നേ. ഓഹോ, അവളുടെ തോപ്രാങ്കുടി ഞാൻ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. നിനക്കെന്റെ ചിക്കനെ തന്നെ വേണല്ലേടി? അവളെ നമുക്ക് പോയി ഒന്ന് കാണണോടാ. ഇപ്പൊ ഞാനൊന്ന് മയങ്ങട്ടെ. നീ അവളെ കാണുമ്പോ എന്ത് പറയണോന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെക്ക്. ചണ്ടിക്ക് പോക്കിരി മാക്കിരി പിൻസേനി മര്യാദക്ക് എന്നെ കെട്ടിക്കോ. പറമേളം ചെണ്ടച്ചെങ്കിലതെനിക്കിളി മന്ദളം എന്നെ കെട്ടിയില്ലേ വെട്ടിക്കൊല്ലുവേ. എടാ പിൻസേ, എന്റെ ബേബി എന്നെ കണ്ടാ കൊള്ളൂലേ? എടമണിയാ കുഴിമണിയാ, നിനക്കെന്താടാ പ്രേമിച്ച? പ്രിൻസേ, നീ ഈ കൂത്താട്ടുകുളം രാജ്യത്തെ പടത്തലവനായ എന്നെ വിവാഹം ചെയ്തേ മതിയാകൂ. പറയൂ നിന്റെ അവസാന വാക്ക്. ഇല്ല, ഒരിക്കലുമില്ല. രാജ്യത്തിന് വേണ്ടി ചൂര ചിന്തേണ്ടി വന്നാലും താങ്കളെ പോലെ ഒരു മരത്തലയനായ പടയാളിക്ക് മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ല ഈ പ്രിൻസ് രാജകുമാരന്റെ ചാരിത്രം. കൊന്നോളൂ. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. ജയ ഹേ ജയ ഹേ ജയ ഹേ. നീ എന്തിനാ ദേശീയഗാനം പാടണേ? ഞാൻ പെട്ടെന്ന് സ്വാതന്ത്ര്യ ദിനമാണെന്ന് ഓർത്തുപോയി. നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ മറന്നു. നീ ആലോചിച്ചോ? അതൊക്കെ സെറ്റ്. അപ്പോ നമ്മൾ പോകുന്നു ആ പേട്ട സരസ്വനെ കാണാൻ. എന്റെ മുത്തിനെ വളച്ച ആ ശവത്തിനെ എനിക്ക് രണ്ട് പറയണം. ദോ നിൽക്കുന്നു ശവം.
ഈ തോപ്രാങ്കുടി സരസു? അതെ, ഏതാടാ നാറിനി? ഇച്ചിരി കൂടിയേറ്റമാണല്ലോ പ്രിൻസേ. നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ. ഡീ, നീയും അപ്പുറത്തെ ഹോസ്റ്റലിലെ എന്റെ ഹാരിയും തമ്മിൽ ലവാണ്. നിന്റെ കാര്യോ? ഹാ, അവൻ എന്റെയാ, എന്റെ കേട്ടോടാ നാറി. ആ, എന്നാ അതൊക്കെ പഴയ കഥ. അവനും ഞാനും ഇപ്പൊ അഫെയറിലാണ്. പന്നത്തിണ്ടി എന്ത് പറഞ്ഞടാ? നീ എവിടുന്ന് മരുന്നട ആലവലാതി. വേറെ ആരെ പ്രേമിച്ചാലും എന്റെ തക്കിടു നിന്നെ പോലൊരു തേങ്ങാ തലേനെ പ്രേമിക്കില്ല. തക്കുടുവാ? ആരടി നിന്റെ തക്കുടു? വാടാ, നീ വാടാ, എനിക്ക് ആരും പേടിയില്ല. മുട്ടി നോക്കുന്നു, ഇടനത്തായാലും തനിത്തറ. നീ മാറ്, ഇത് ഞാൻ ഡീലയ. ഡീ മത്തങ്ങാ തളിച്ച്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോടി? ആ, എങ്ങനെ ഓർക്കാനാ? ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുവല്ലേ. പോത്തുകുത്തി വീട്ടിലെ പ്രിൻസിലെ ഓർമ്മ ഉണ്ടോ? എന്റെ പൂത്തച്ചായൻ പന്നി, എന്നെ ഇട്ടേച്ച് നീ ആ കുപ്പിയും പട്ടപ്പരക്കിടെ കൂടെ ഓടിയപ്പോ നീ ഓർത്തടി ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കള്ള ടിക്കറ്റ് എടുത്ത് നിനക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ കാത്തിരുന്നത്. ഇതൊക്കെ പ്രിൻസ്? അച്ചായ, അത് ഞാൻ നോക്കിയപ്പോ അച്ചായനാണെങ്കിൽ വേലയും കൂലിയും ഇല്ല. ആ പെറുക്കിയുടെ ബാങ്ക് ബാലൻസിലാണ് 10,000 എന്തിനാ വെറുതെ ഞാൻ വന്ന് അച്ചായന്റെ ഒപ്പം പിച്ചെടുക്കുന്നെന്ന് ഓർത്തിട്ടാ. നീ ഇനി ഒന്നും പറയണ്ടടി കോഞ്ചുച്ചി. ഞാൻ പറയുന്നത് അങ്ങ് കേൾക്ക്. ഈ നിൽക്കുന്ന എന്റെ ഫ്രണ്ട് ക്രിസ്റ്റി നിന്റെ ഹാരി 6 months ആയി പ്രേമത്തിലാണ്. ഇപ്പൊ ഇവന്റെ കൊച്ച് ഹാരിയുടെ വയറ്റിലുണ്ട്. സോ നീ ഇനി അവരെ ശല്യം ചെയ്യരുത്. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? പ്രഗ്നന്റോ? ആണിനെങ്ങനെ പറ്റൂടോ പ്രഗ്നന്റ് ആകാൻ? അതിനൊക്കെ കഴിവുള്ള ഒരുത്തനവൻ. നല്ല ഒന്നാന്തരം ആണിന്റെ കൈ കിട്ടിയ ഏതൊരുത്തനും പ്രഗ്നന്റ് ആക്കാം. സോ ഡോണ്ട് ഡിസ്റ്റർബ് ദം. അവർക്ക് തൊട്ടിയൊക്കെ വാങ്ങാൻ പോകാനുള്ളത്. പിന്നെ പാൽക്കുപ്പി. എനിക്ക് വിശ്വസിക്കാൻ കഴിയൂല. എന്നാ നീ നാളെ ഓഫീസിലേക്ക് വാ, നേരിട്ട് കണ്ട് വിശ്വസിക്കേ. വളരെ ക്രിസ്റ്റി, പോവാം. എടാ, വേഗം കലക്കി, കുറച്ച് കൂട്ടി കലക്കിക്കോ. ആ പിശാശ് ഏത് നേരം എത്തൂടെ. ഇതെങ്ങനെ കുടിപ്പിക്കോടാ? അത് കുടിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഹേ ഹാരി, ഒന്ന് നിൽക്കൂ. ഇത് എന്റെ അമ്മൂമ്മ, ചെപ്പമംഗലം കുരിശിങ്കൽ ഇല്ലത്തെ ത്രേസ്യാമ്മ അമ്മാളിന്റെ പ്രത്യേക കൂട്ടാണ്. ഹാരിക്ക് വേണ്ടി പ്രത്യേകം റെഡിയാക്കിയതാ. ഇത് കഴിച്ച ഓജസും തേജസും വരുമെന്ന് അമ്മൂമ്മ പറഞ്ഞേ. നീ ആണോ? പ്രിൻസിന്റെ അമ്മൂമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, എങ്ങ് തന്നോളൂ. കുറച്ച് കയ്പുണ്ടാകും, അറിയാലോ. 40 തരം പച്ചമരുന്നുകൾ ചേർത്ത് വെളുപ്പിനെ കലക്കി കുറുക്കി പാതിരാത്രി ഉണക്കി പൊടിച്ച് പാലിൽ ചേർത്തതാണ്. അതിന്റെ ഒരു കയ്പുണ്ടാകും. അത് സാരമില്ല, എന്റെ ഓജസ്സിനും തേജസ്സിനും വേണ്ടിയല്ലേ. ഭാവിയിൽ എനിക്ക് ആവശ്യം വരുമല്ലോ. അയ്യോ, എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നു. വരുന്നുണ്ടോ? എന്നാ വേഗം പോയാട്ടെ. എടാ ക്രിസ്റ്റി, നിന്റെ സിൻഡ്രോമിന് ഛർദി തുടങ്ങി. മറ്റേ മറുതേനെ കാണാനില്ലല്ലോ. അവളെ എവിടെയെങ്കിലും പോയി ചാവട്ടെ. ഞാൻ സിൻഡ്രോനെ പോയി ആശ്വസിപ്പിക്കട്ടെ. നീ ആ മറുത വരുമ്പോ അങ്ങോട്ട് പറഞ്ഞു വിടും. സിൻഡ്രോ, എന്ത് പറ്റി സിൻഡ്രോ? ഞാൻ തടകി തരട്ടെ? ഒന്ന് പോടോ. സിൻഡ്രോ ഒന്നും പറയണ്ട, ഞാൻ തടകൂ. ക്രിസ്റ്റി, അവസരം മുതലാക്കരുത്. വോമിറ്റ് ചെയ്തോളൂ, ഇഷ്ടം പോലെ വോമിറ്റ് ചെയ്തോളൂ. എന്റെ തക്കിടുവാവേ, എവിടെ എന്റെ തക്കിടുവാവാ? വന്നോ മറുത? പെണ്ണുമ്പിള്ളേ, ഇവിടെ. പോത്തച്ചായ, എവിടെ എന്റെ തക്കിടു? പറ. വേഗം വാ, ഗ്യാസ് എല്ലാം ഇപ്പൊ തന്നെ തീരാറായി. പിന്നെ ദൂരെ നിന്ന് കണ്ടോളാം. അവരുടെ ഇന്റിമേറ്റ് മൂവ്മെന്റിൽ നമ്മൾ കടന്നു വരുന്നത് ശരിയല്ല, അറിയാലോ. എന്ത് ഇന്റിമേറ്റ് മൂവ്മെന്റോ? മിണ്ടരുത്. മിണ്ടിയ നിന്നെ ചുരുട്ടിക്കുട്ടി ഈ പ്ലാസ്റ്റിക് കറി പാക്ക് ചെയ്ത് പാകിസ്ഥാനിലേക്ക് അയക്കണേ. പോത്തച്ചായ, മിണ്ടാരടി പിശാശേ, ദേ നോക്ക്, കണ്ട. ഛർദിക്കുന്നു. അതെന്നെ പറഞ്ഞപ്പോ വിശ്വാസമില്ലായിരുന്നല്ലോ. നേരിട്ട് കാണും. ദേ കൊച്ചിന്റെ അപ്പനാണോ തടകുന്നേ? കണ്ട. വന്നോ? തോപ്രാങ്കുടി മറതച്ച് കളി തുടങ്ങാൻ ടൈമായി. സിൻഡ്രു, ഞാൻ പറഞ്ഞതല്ലേ ഈ സമയത്ത് സൂക്ഷിക്കണമെന്ന്. ഏത് സമയത്ത്? താൻ എന്തൊക്കെയാണ് പറയുന്നേ? ഒന്നും പറയണ്ട. ഇത് അറിയാതെ സംഭവിച്ചതാണെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുത്തേ മതിയാകൂ. പതുക്കെ ഇവിടെ ഇരിക്കെ. കൊച്ചിന്റെ കാര്യം മറക്കണ്ട. ഏത് കൊച്ച്? നിനക്ക് എന്താണ് പ്രാന്തായ? സിൻഡ്രു, മിണ്ടല്ലേ. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങേണം. ഇവിടെ മനുഷ്യ തനിക്ക് ശരിക്കും വട്ടാണോ? വട്ടൻ. ദേ കണ്ടല്ലോ,
ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? വിടന്നെ വിടാം. തക്കുടു എന്റെ തക്കുടു. നീയോ? എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. നീ എന്താ ഇവിടെ? എന്റെ തക്കുടുവാവേ, നിന്റെ വയറ്റിലൊരു വാവേനെ വെച്ചോണ്ട് നീ എന്നെ ചതിക്കുവാർന്നല്ലേ. നീ എന്തൊക്കെയാ പറയണേ? സിന്ധു പതുക്കെ ഒന്ന് പോടോ. നീ എന്തൊക്കെയാ പറയണേ? പ്രിൻസേ, ഇവളെന്താ ഇവിടെ? അത് ഇവൾ നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ? ഗേൾ ഫ്രണ്ടോ? ഞാൻ പോവാ. ഹാരി, ടേക്ക് കെയർ. ഈ സമയത്ത് സൂക്ഷിക്കണം. കൊച്ചിന് ഒരു വളയുമായി ഞാൻ വരും. തേങ്ങ തലയ, എന്റെ ഹാരിയെ നോക്കിക്കോണം കേട്ടോ. ഓ, നീ പോവാ നോക്ക്. പൂത്തച്ചായ പോരുമോ എന്റെ കൂടെ?